പെർത്തിലെ വിജയത്തിന്റെ ആത്മവിശ്വാസവുമായി അഡ്ലൈഡിലിറങ്ങിയ ഇന്ത്യയെ കാത്തിരുന്നത് കനത്ത തോൽവിയായിരുന്നു. ഓസ്ട്രേലിയൻ മണ്ണിൽ ആദ്യ മത്സരത്തിലെ വിജയം ഇന്ത്യക്ക് നൽകിയ മുൻതൂക്കം ചെറുതൊന്നുമല്ല. പല ഓസീസ് താരങ്ങളും രംഗത്ത് വരികയും ചെയ്തു. ജയ്സ്വാളിനെ അടക്കം വിമർശിച്ചെത്തിയ പലരും അടുത്ത മത്സരത്തിൽ ഓസീസിന്റെ വിജയം അത് ഉറപ്പാണെന്ന് അടിവരയിട്ട് പറഞ്ഞിരുന്നു. എന്നാൽ രണ്ടാം വിജയം ലക്ഷ്യമിട്ട് ഇറങ്ങിയ ഇന്ത്യക്ക് പക്ഷേ കാര്യങ്ങൾ അടിമുടി പിഴച്ചു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയെ മിച്ചൽ സ്റ്റാർക്ക് എന്ന ഒറ്റയാന്റെ ബലത്തിലാണ് ഓസ്ട്രേലിയ തകർത്തെറിഞ്ഞത്. ആദ്യ ഇന്നിംഗ്സിൽ 180 റൺസിനാണ് ഇന്ത്യ ഓൾ ഔട്ടായത്. നിതീഷ് റെഡ്ഡി ഇന്ത്യക്ക് താങ്ങായെങ്കിലും മറ്റാരും അതിനൊപ്പം നിന്നില്ല. എറിഞ്ഞൊതുക്കാനിറങ്ങിയ ഇന്ത്യക്ക് പക്ഷേ ഹെഡ് എന്ന പോരാളിക്ക് മുന്നിൽ അടിതെറ്റി. ബുംറയുടെ പ്രകടനം മാറ്റി നിർത്തിയാൽ പന്തെറിഞ്ഞവർക്കെല്ലാം ഹെഡ് ആവശ്യത്തിന് നൽകി. സെഞ്ചുറി തികച്ച ഹെഡിനെ പുറത്താക്കി സിറാജ് നടത്തിയ ആഹ്ലാദ പ്രകടനം ഏറെ ചർച്ചയാവുകയും ചെയ്തു. ആദ്യ ഇന്നിംഗ്സിൽ 337 എന്ന റൺമല കെട്ടി ഓസ്ട്രേലിയ. രണ്ടാം ഇന്നിംഗ്സിൽ ഇറങ്ങിയ ഇന്ത്യക്ക് ഒന്നാം ഇന്നിംഗ്സിന്റെ അതേ ഫലം, 175 റൺസിന് ഓൾ ഔട്ട്. അവിടെയും നിതീഷ് റെഡ്ഡി മാത്രമാണ് 42 റൺസുമായി ഇന്ത്യൻ നിരയിൽ കരുത്തനായത്. ഇത്തവണ ഓസീസ് കുന്തമുനയായത് പാറ്റ് കമിൻസ് ആണ്. 5 വിക്കറ്റ് പ്രകടനത്തോടെ ഓസ്ട്രേലിയയുടെ നട്ടെല്ലായി മാറി പാറ്റ് കമിൻസ്. വെറും 19 റൺസിന്റെ വിജയലക്ഷ്യവുമായി ഓസ്ട്രേലിയ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗിനിറങ്ങി. 10 വിക്കറ്റിന്റെ വൻ വിജയവുമായി ഓസ്ട്രേലിയ തിരിച്ചു വന്നു. ഓസ്ട്രേലിയ എന്നും അങ്ങനെയാണല്ലോ. തിരിച്ചുവരവിന് ഓസ്ട്രേലിയയേക്കാൾ മികച്ചവർ അതാരാണ്? അടുത്ത മത്സരങ്ങളിലും നമുക്ക് കാത്തിരിക്കാം. ഇന്ത്യയാണോ ഓസ്ട്രേലിയയാണോ കരുത്ത് തെളിയിക്കുക എന്നറിയാൻ.